എന്റെ തത്തോടൊന്നും പറയാതിരുന്ന നമ്മുടെ കോളേജിൽ നിന്നും MBBS ഫൈനൽ ഇയർ എഴുതി യൂണിവേഴ്സിറ്റി തലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഈ കോളേജിന്റെ തന്നെ അഭിമാനമായ ഡോക്ടർ പങ്കജ വല്ലിയെ ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തിരിക്കുന്നു. I'm extremely thankful to be conferred with this honor. Sir, I have an earnest request to you. Please. ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന രണ്ട് കണ്ണുകൾ അങ്ങ് ദൂരെ എന്നെ നോക്കി നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാം. എൻ്റെ കൂടെ പിറന്ന സ്വന്തം ജ്യേഷ്ഠൻ. സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് പഠിത്തം ഒരിഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പകച്ചു നിന്നപ്പോ സ്വന്തം ജീവിതത്തെ തന്നെ അപായപ്പെടുത്തി എല്ലാ മോഹങ്ങളും സ്വപ്നങ്ങളും വിട്ടെറിഞ്ഞു എനിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട എന്റെ ഫലമാണ് ഈ വെള്ളക്കോട്ട്. ഈ തങ്കപ്പതക്കം ആ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ എന്റെ മനസ്സാഗ്രഹിക്കുന്നു. What's his name? Raghuram. Mr. Raghuram, please come on stage. ഇക്കാലമത്രയും എനിക്ക് അയച്ചിരുന്ന പണത്തിൽ നിന്നും സ്വരുക്കൂട്ടി വാങ്ങിയ ഈ സമ്മാനം ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ വെച്ച് കൊടുത്തോട്ടെ? Sure, why not?
കൊന്ന് നിന്റെ പെങ്ങളെടുത്തിന്റെ ചങ്കിൽ വെച്ചന് എന്റെ തലയ്ക്കാ നീ വാക്കത്തി പണിത്. അപ്പൊ അവസാനം നീ വന്നു അല്ലേ? ഇങ്ങനെ മാറി നിന്നെ കോതമംഗലം നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. നീ ഇട്ടിയവരുടെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്റെ മറ്റേ മുഖം നീ കണ്ടിട്ടില്ലല്ലോ. നീ ചിരിക്കുക, കൊല്ലു ഞാൻ. കയ്യും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടാ നിനക്ക് പരോള് തന്നത്. ആ ഇട്ടിയവരെ കിട്ടി തന്നെ നീ ഇരുട്ടടി തന്നാലടാ. എന്റെ പൊന്നിട്ടി സാറേ, എന്റെ പെങ്ങടെ നടക്കാ. നാളെ മൈസേറ്റിന്റെ അടുത്ത് ചെല്ലുമ്പോ ബാക്കി 3 വർഷത്തിന്റെ കൂടെ ഒന്നുകൂടെ ഉറപ്പിച്ചോ. എന്റെ ഇട്ടി സാറേ വേണോന്ന് വിചാരിച്ചിട്ടല്ല, എന്റെ പെങ്ങടെ പഠിപ്പിന്റെ കാര്യം ആയതുകൊണ്ടാ. ശ്രീധരൻ മാഷ് പറഞ്ഞില്ല? 2 ദിവസം മുമ്പ് ശ്രീധരൻ മാഷ് വന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞ 2 വർഷം പൊക്കത്തിരിക്കുന്നവന്റെ വാക്കകത്ത് പുളിച്ചത് കേട്ടതിന്റെ ഉളുപ്പ് മാറൂല. അതില്ല. ഇതേതടാ ഈ വെടിമരുന്നരച്ച അമ്മിക്കൊഴ? അയ്യോ ഇട്ടി സാറേ, വലിയ പെരുങ്കൊല്ലന് ഉണ്ടാക്കിയ വാക്കത്തേക്ക് ഒന്നാ വെട്ടിയ അരി ഇടിക്കണ ഒലക്ക 2 തുണ്ട. ആ കൊമ്പ് കെട്ടിയതിന്റെ വായത്തിൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക് വാസുവേട്ടാ. ഇട്ടി സാറൊന്ന് ഞട്ടട്ടെ. നിന്റെ കൊമ്പ് കെട്ടിയ മുതല് കണ്ടിട്ട് ഈ ഇട്ടി സാറൊന്നും ഞെട്ടട്ടേന്ന്. നീ നിന്റെ സാധനം എടുക്കടാ. കാട് വെട്ടാനും മനുഷ്യനെ വെട്ടാനും കുറെ വാക്കത്തികൾ പണിതു ഞാൻ. അവസാനം ഇവന്റെ തലയ്ക്ക് പേര് കൊത്തി വാസൊരു വാക്കത്തി പണിതു കൊല്ലാൻ. ഇവന്റെ ചങ്കിലെ സ്നേഹത്തിന്റെ മൂർച്ചയ്ക്ക് മുമ്പില് അടിച്ച് പദം വരുത്തി ഇരുമ്പന്റെ വായത്തലയ്ക്ക് കാലണ വിലയില്ലേ സാർ. ഇവനെ ഞാൻ ഉരുക്കടിച്ച് ഒരു കൈക്കോട്ട് പണിയാ കിളയ്ക്കാൻ. ഇനി വാസു പണിത വാക്കത്തി ഈ ഭൂലോകം കാണില്ല. മതി നടക്കടാ. ഇവനെ ആ ഉണ്ട നിന്ന കൂട്ടിലേക്ക് പിടിച്ചിട്ടാ. മനസ്സിലായി, ഇപ്പൊ ശരിക്കും മനസ്സിലായി. മോനെ നിങ്ങൾ തന്നെ ഇതും കൊണ്ട് അകത്ത് പോയാലേ നീ ക്ഷീണിക്കും. അകത്തേക്ക് ചെല്ല് ചെല്ല് ചെല്ലടാ. എന്താ കരയല്ലേ? 3 വർഷം 3 നിമിഷം പോലെ ഉള്ളൂ.